കമ്മിറ്റി കൂടി രൂപീകരിച്ചതോടെ തർക്കമില്ലാതെ തന്നെ തെരഞ്ഞെടുപ്പിനെ നേരിടാൻ സാധിക്കുമെന്ന വിശ്വാസത്തിലാണ് കോൺഗ്രസ് നിൽക്കുന്നത്. തദ്ദേശ തെരഞ്ഞെടുപ്പാണ് ആദ്യം നടക്കുന്നത് എങ്കിലും നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ ഒരുക്കങ്ങളാണ് ആദ്യം തന്നെ ആരംഭിച്ചിരിക്കുന്നത്. ഇനി 5 മാസം മാത്രമാണ് തെരഞ്ഞെടുപ്പിന് ബാക്കി നിൽക്കുന്നത്. അടുത്ത വർഷം മാർച്ച് ഏപ്രിൽ മാസങ്ങൾ തെരഞ്ഞെടുപ്പിന്റേതാണ്. സ്ഥാനാർത്ഥി നിർണയം അടക്കം നടക്കുന്നത് ഈ 17 അംഗ കോർ കമ്മിറ്റിയിലാണ്. അതുകൊണ്ട് സ്ഥാനാർത്ഥിയാകുവാൻ താല്പര്യപ്പെടുന്നവർ ഇപ്പോൾ തന്നെ കോർ കമ്മിറ്റിയെ വട്ടമിട്ട് പിടിക്കാൻ ശ്രമം തുടങ്ങിയിട്ടുണ്ട്. കേരളത്തിന്റെ ചുമതലയുള്ള AICC ജനറൽ സെക്രട്ടറി ദീപാദാസ് മുൻഷിയാണ് കോർ കമ്മിറ്റി കൺവീനർ. അതേസമയം ദീപാദാസുമായി അത്ര മികച്ച ബന്ധമല്ല പ്രതിപക്ഷ നേതാവ് VD സതീശനുള്ളത്. ഡൽഹിയിൽ AICC വിളിച്ചു ചേർത്ത യോഗത്തിൽ പങ്കെടുത്ത VD സതീശൻ ദീപാദാസിനെതിരെ വലിയ വിമർശനമാണ് ഉന്നയിച്ചത്. ഈ ഉരസലുകളിൽ നിന്ന് വേണം KPCC കോർ കമ്മിറ്റിക്ക് യോഗം ചേരാൻ. അതേസമയം സ്ഥാനാർത്ഥി നിർണയം ഡിസംബറിൽ പൂർത്തിയാക്കുവാനാണ് ലക്ഷ്യമിടുന്നത്. വർഷങ്ങളായി ഒരേ മണ്ഡലത്തിൽ നിന്ന് മത്സരിച്ചുകൊണ്ടിരിക്കുന്ന പ്രായമായ നേതാക്കളെ മാറ്റുമെന്ന് ഈ ഘട്ടത്തിൽ ഉറപ്പിക്കാം. പുതുമുഖങ്ങൾക്ക് അവസരം ലഭ്യമാക്കുവാനാണ് ലക്ഷ്യം വെക്കുന്നത്. സംഘടനാപരമായ കാര്യങ്ങൾ ക്രോഡീകരിക്കാനും കൂട്ടായ തീരുമാനങ്ങൾ എടുക്കാനുമാണ് പുതിയ സമിതി രൂപീകരിച്ചിരിക്കുന്നത്. സണ്ണി ജോസഫ്, VD സതീശൻ, AK ആന്റണി, KC വേണുഗോപാൽ, രമേശ് ചെന്നിത്തല, ശശി തരൂർ, K സുധാകരൻ, കൊടിക്കുന്നിൽ സുരേഷ്, അടൂർ പ്രകാശ്, K മുരളീധരൻ, VM സുധീരൻ, MM ഹസൻ, മുല്ലപ്പള്ളി രാമചന്ദ്രൻ, AP അനിൽകുമാർ, PC വിഷ്ണുനാഥ്, ഷാഫി പറമ്പിൽ, ഷാനിമോൾ ഉസ്മാൻ എന്നിവരാണ് അംഗങ്ങൾ. അതേസമയം കോർ കമ്മിറ്റിയിലും വേണുഗോപാൽ പക്ഷത്തിന് മുൻതൂക്കം വന്നതോടെ സ്ഥാനാർത്ഥി നിർണയത്തിന്റെ നിർണായക റോൾ ആർക്കാണെന്ന് തിരിച്ചറിയാം. നിയമസഭാ സീറ്റുകൾ തീരുമാനിക്കുമ്പോൾ വേണുഗോപാൽ തന്നെ ഡ്രൈവിംഗ് സീറ്റിൽ എത്തുന്നതോടെ പല വലിയ പേരുകളും വെട്ടുമെന്ന് ഉറപ്പാണ്. കഴിഞ്ഞ ദിവസം കേരളത്തിലെ മുതിർന്ന നേതാക്കളുമായി ഹൈക്കമാൻഡ് കൂടിക്കാഴ്ച നടത്തിയിരുന്നു. തദ്ദേശ തെരഞ്ഞെടുപ്പ് മുന്നിലിരിക്കെ തെരഞ്ഞെടുപ്പ് ഒരുക്കം, പ്രചാരണം, സ്ഥാനാർത്ഥി നിർണയം അടക്കമുള്ള കാര്യങ്ങളിൽ കോർ കമ്മിറ്റി അടുത്ത ദിവസങ്ങളിൽ വീണ്ടും കൂടിയാലോചനകൾ നടത്തും. തെരഞ്ഞെടുപ്പിനെ ഒറ്റക്കെട്ടായി നേരിടാൻ കോൺഗ്രസ് ഹൈക്കമാൻഡ് നേതാക്കൾക്ക് നിർദ്ദേശം നൽകിയിരുന്നു. ഇതേ യോഗത്തിൽ തെരഞ്ഞെടുപ്പ് നേരിടാൻ KPCC തയ്യാറാക്കിയ പ്ലാനും ഹൈക്കമാൻഡിന് മുന്നിൽ അവതരിപ്പിക്കുകയുണ്ടായി. ഈ പ്ലാനിലാണ് മുതിർന്ന നേതാക്കളെ ഒഴിവാക്കാനുള്ള തീരുമാനം അറിയിച്ചത്. കോർ കമ്മിറ്റി ആഴ്ചതോറും യോഗം ചേർന്ന് കേരളത്തിലെ കോൺഗ്രസുമായി ബന്ധപ്പെട്ട് കൂട്ടായ തീരുമാനങ്ങൾ എടുക്കും. തെരഞ്ഞെടുപ്പ് ഘട്ടത്തിൽ KPCCയോ രാഷ്ട്രീയ കാര്യസമിതിയോ വിളിക്കുക പ്രായോഗികമല്ലെന്ന വിലയിരുത്തലിൽ കൂടിയാണ് കോർ കമ്മിറ്റി രൂപീകരിച്ച് ചുമതല ഏൽപ്പിച്ചത്. KPCC പ്രസിഡന്റും 3 വർക്കിംഗ് പ്രസിഡന്റുമാർക്കും പുറമെ ഇക്കഴിഞ്ഞ പുനഃസംഘടനയിൽ 13 വൈസ് പ്രസിഡന്റുമാരെയും 51 ജനറൽ സെക്രട്ടറിമാരെയും നിയമിച്ചിരുന്നു. കോർ കമ്മിറ്റി വന്നതോടെ പുനഃസംഘടനയിൽ കയറിക്കൂടിയ നേതാക്കളും കമ്മിറ്റികളും അപ്രസക്തമായിരിക്കുകയാണ്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച് ജയിച്ചവരെ നിലനിർത്തുകയും ചെറിയ മാർജിനിൽ തോറ്റവരെ പരിഗണിച്ചുമാണ് സ്ഥാനാർത്ഥി നിർണയം നടത്തുക എന്നതാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരം. 2001 തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച 30 പേരെയെങ്കിലും ഒഴിവാക്കിയുള്ള പട്ടികയാണ് തയ്യാറാക്കുന്നത്.